Hello dears, welcome to Vitopia. മാരിസൺ ഫഹദ് ഫാസിൽ ആൻഡ് വടിവേലു കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് എത്തുന്ന ചിത്രം മാമന്നിന് ശേഷം ഈ രണ്ടുപേര് ഒരുമിക്കുന്നു എന്നൊരു പ്രത്യേകത ഈ ചിത്രത്തിനുണ്ട്. ഈ മാരിസൺ എന്ന് പറയുന്ന ചിത്രത്തിന്റെ സംവിധായകൻ സുധീർ ശങ്കർ, ഇതിന്റെ എഴുത്ത് നിർവഹിച്ചിരിക്കുന്നത് വി കൃഷ്ണമൂർത്തി, സിനിമാറ്റോഗ്രാഫി കലൈ സെൽവൻ ശിവാജി ആൻഡ് മ്യൂസിക് ബൈ യുവൻ ശങ്കർ രാജ. ഇതിന്റെ ഒരു ട്രെയിലർ കണ്ടപ്പോൾ തോന്നിയത് ഈ സിനിമ ഒരു റോഡ് ട്രിപ്പ് മൂവിയാണ്, ഇത് പ്ലസ് ഒരു ത്രില്ലർ കൈൻഡ് ഓഫ് ആ ഒരു ജോണറിൽ വരുന്ന ഒരു പടമായിരിക്കും എന്നാണ്. അങ്ങനെ തന്നെയാണ് സിനിമ. ഇതൊരു ത്രില്ലർ ജോണറിൽ ഉൾപ്പെടുന്ന എന്നാൽ അല്പം സ്വല്പം ഫീൽ ഗുഡ് ആയിട്ടുള്ള ലൈറ്റ് മൊമെന്റ്സ് ഒക്കെ ഉള്ള ഒരു സിനിമയാണ്. ഇതിനകത്തിലെ ഏറ്റവും പ്ലസ് എന്ന് പറയുന്നത് ഇതിന്റെ കാസ്റ്റ് തന്നെയാണ്, ഇതിന്റെ കേന്ദ്ര കഥാപാത്രങ്ങൾ. എനിക്ക് തോന്നുന്നു ത്രൂ ഔട്ട് ഈ രണ്ട് കഥാപാത്രങ്ങളാണ് ഈ സിനിമ ഓൺ ചെയ്തിരിക്കുന്നത്. അതായത് ഇതിന്റെ മൊത്തം ഇമ്പോർട്ടൻസും ഈ ഒരു രണ്ട് കഥാപാത്രങ്ങളിലേക്ക് തന്നെ ഒതുങ്ങുന്നുണ്ട്. അതൊരു പ്ലസ് ആണോ മൈനസ് ആണോ എന്നുള്ളത് സിനിമ കാണുമ്പോൾ തോന്നിയത് അതൊരു പ്ലസ്സുമാണ്, എന്നാൽ ഒരു മൈനസ് എന്ന് തോന്നിയ കാരണം എന്ന് വെച്ചാൽ മറ്റുള്ള കഥാപാത്രങ്ങളിലേക്ക് ഒരു ഭയങ്കരമായ ഒരു ഡെപ്തോ ഒരു ശ്രദ്ധയോ സിനിമ കൊടുക്കാത്തത് പോലെ തോന്നി. പക്ഷേ അതൊരു പ്രശ്നമല്ല, കാരണം ഇതിന്റെ കേന്ദ്ര കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞാൽ ഫഹദ് ഫാസിൽ ആൻഡ് വടിവേലു ആണ്. വടിവേലുവും നമ്മളുടെ മലയാള സിനിമയിലേക്ക് വരുമ്പോഴത്തേക്ക് ഇന്ദ്രൻസ് എന്ന് പറയുന്ന നടന്റെ ഒരുപാട് ഒരു ഗംഭീരമായ ഒരു അഭിനയ മുഹൂർത്തങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഒരു കാലഘട്ടത്തിലേക്കാണ്. ഏകദേശം അദ്ദേഹത്തിന് ഒരു പ്രായമൊക്കെ ആയിട്ട് എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് അദ്ദേഹത്തിന്റെ പല ഷെയ്ഡുകളും ആൾക്കാർ എക്സ്പ്ലോർ ചെയ്യുന്നത്, ഈ റീസെന്റ് ആയിട്ട് വന്ന ക്രൈം ഫയൽസ് ഉൾപ്പെടെ. അപ്പൊ അതേപോലെ വടിവേലു എന്ന് പറയുന്ന ഒരു ആക്ടറിനെ നമ്മൾ കോമഡി എന്നുള്ള ഒരു ഒറ്റ ബ്രാൻഡിൽ എത്രയോ വർഷങ്ങളായിട്ട് കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ എത്രയോ ഫേമസ് ആയ ഡയലോഗുകളും മൊമെന്റ്സും കോമഡി സീൻസും ഒക്കെയാണ്. പക്ഷെ അതെല്ലാം മാറ്റി നിർത്തി മറ്റൊരു വടിവേലുവായിട്ട് തന്നെ ആണ് നമുക്ക് മാമന്നൻ എന്ന് പറയുന്ന ചിത്രത്തിൽ കാണാൻ സാധിച്ചത്. അതിന്റെ ഒരു എക്സ്റ്റെൻഡഡ് വെർഷൻ എന്ന് പറയുന്നതിനേക്കാൾ മറ്റൊരു രീതിയിൽ അദ്ദേഹം വളരെ സീരിയസ് ആയിട്ട് ആ ഒരു ക്യാരക്ടറാണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു വേലായുധം പിള്ള എന്ന് പറയുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് ഈ സിനിമയിൽ എത്തുന്നത്. അത്തരത്തിലുള്ള ഒരു വേലായുധം ആയിട്ട് തന്നെയാണ് വടിവേലു. ഒരിടത്ത് പോലും അദ്ദേഹത്തിന്റെ ആ ഒരു പഴയ ഒരു കോമഡി ഷെയ്ഡ് അങ്ങനത്തെ ഉള്ള ചേഷ്ടകളോ മാനറിസംസോ ഒന്നും തന്നെ കടന്നു വരുന്നില്ല. ഒരു പുതിയ ഒരു വടിവേലു. അതുകൊണ്ട് തന്നെ ഓപ്പോസിറ്റ് വരുന്നത് ഫഹദ് ഫാസിലാണ്. അപ്പം ഈ ഫഹദ് ഫാസിൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം രജനീകാന്തിന്റെ പടത്തിൽ വരെ പോയിട്ട് സ്കോർ ചെയ്യുന്ന ഒരു രീതി ഈ ഫാഫയ്ക്കുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ആക്ടറുടെ ഒപ്പമാണ് വടിവേലു നിൽക്കുന്നത്. വടിവേലു അത്രത്തോളം സീനിയർ ആക്ടർ ആണെങ്കിൽ കൂടി ഫാഫ എന്ന് പറയുന്ന നടന്റെ ഒരു കേപ്പബിലിറ്റി ഉണ്ടല്ലോ, അതിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോഴും എനിക്ക് ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴും ഒരു പക്ഷേ ഫാഫയെക്കാട്ടിൽ ഒരു പടി മുന്നിൽ ഈ വടിവേലുവിന്റെ വേലായുധം എന്ന് പറയുന്ന ക്യാരക്ടറാണ് മനസ്സിൽ നിൽക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറൈസേഷനാണ്. ഫാഫയിലേക്ക് വരുമ്പോൾ തൊണ്ടി മുതലും ദൃക്സാക്ഷി എന്ന് പറയുന്ന പടത്തിലെ അദ്ദേഹത്തിന്റെ ആ ഒരു മൊത്തത്തിലുള്ള ഒരു ബോഡി ലാംഗ്വേജും ആ ഒരു ഗെറ്റപ്പും ഒക്കെ വെച്ചിട്ട് അതിന്റെ തന്നെ ഒരു രീതിയാണ് ഈ സിനിമയിലേക്ക് വരുന്നത്. പ്ലസ് ഇതിനകത്ത് കുറച്ചുകൂടെ ആ ഒരു ക്യാരക്ടർ എന്ന് പറയുന്ന പല ഷെയ്ഡ്സ് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. ഫാഫ എന്ന് പറയുന്ന ആള് അയാൾക്ക് കൊടുക്കുന്നതെല്ലാം അയാൾ ഗംഭീരമാക്കുന്ന ആളാണ്. അത് തന്നെ ഇതിലും ചെയ്തു വെച്ചിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ക്യാരക്ടർ വൈസ് ഒരു പ്രാധാന്യം നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സ്കോറിങ് നോക്കുകയാണെങ്കിൽ, എനിക്ക് പേഴ്സണലി വടിവേലു ഗംഭീരമായിട്ട് തന്നെ ഫഹദ് ഫാസിൽ എന്ന് പറയുന്ന നടൻ അതിന്റെ ഷാഡോയിൽ നിൽക്കാതെ തന്നെ പുള്ളിയുടേതായിട്ടുള്ള ഒരു രീതിയിൽ ഗംഭീര പെർഫോമൻസ് കാഴ്ച. സിനിമ ഒരു ടോട്ടാലിറ്റിയിൽ നോക്കുമ്പോൾ വളരെ പതിഞ്ഞു തുടങ്ങിയ ഒരു ലൈറ്റായിട്ട് ഒരു ഫീൽ ഗുഡ്, അല്ലെങ്കിൽ ഇതിനകത്തിൽ എന്താണ് നടക്കാൻ പോകുന്നത് എന്നുള്ള ഒരു ചെറിയൊരു ഉദ്യോഗമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വളരെ പതിയാണ് ഒരു ഫസ്റ്റ് ഹാഫ് പോകുന്നത്. പക്ഷേ ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ഫസ്റ്റ് ഹാഫ് ഒരു ഇന്റർവെൽ ബ്ലോക്ക് വരുമ്പോഴത്തേക്ക് ഒരു ഹൈ അല്ലെങ്കിൽ ഒരു എലിവേഷൻ അവിടെ എക്സ്പെക്റ്റഡ് ആണ്, അത് തരുന്നുണ്ട്. അത് ആ ഒരു ട്വിസ്റ്റ് നല്ല രീതിയിൽ അത് അവർ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്ക് ഈ ട്വിസ്റ്റുകളുടെ ഒരു കുറെ മേളങ്ങൾ വരുന്നുണ്ട്. പക്ഷെ പല സാധനങ്ങളും കുറച്ചുകൂടിയൊക്കെ ഒന്ന് ഗ്രിപ്പിംഗ് ആയിട്ടൊക്കെ ഒന്ന് ഡെലിവർ ചെയ്യാമായിരുന്നു എന്ന് തോന്നി. പിന്നെ ഇതിന്റെ ഒരു കഥയുടെ പ്രാക്ടിക്കാലിറ്റി അല്ലെങ്കിൽ ലോജിക്കൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര കണ്ട് ഇത് പോസിബിൾ ആണോ എന്നൊക്കെ ഒരു ചോദ്യം ചിലർക്കെങ്കിലും വരാം. പക്ഷെ കഥയിൽ ചോദ്യമില്ല. അതുകൊണ്ട് സിനിമ കണ്ടിരിക്കാൻ വളരെ എൻഗേജിങ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. ഇതിന്റെ ഒരു പ്ലോട്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഒരു പക്ഷേ ഈ ഒരു സബ്ജക്റ്റിനോട് 100% നീതി പുലർത്തുന്ന രണ്ട് ആക്ടേഴ്സ് നിന്ന് പെർഫോം ചെയ്യുന്നത് കൊണ്ടായിരിക്കാം നമുക്ക് ത്രൂ ഔട്ട് ഇത് എൻഗേജിങ് ആയിട്ട് തോന്നുന്നത്. പിന്നെ അവിടങ്ങളിൽ എന്തൊക്കെയോ കുറച്ചൊക്കെ ഒന്ന് വെട്ടിക്കുറയ്ക്കാമായിരുന്നു എന്നുള്ളൊരു ഫീല് തോന്നിയിരുന്നു. അതിൻ്റെ ഇടയ്ക്കൊക്കെ ഒരു പാട്ട് അല്ലെങ്കിൽ ഒരു ഫ്ലാഷ് ബാക്ക് സ്റ്റോറി ഇതൊക്കെ വരുന്നുണ്ട്. അതൊക്കെ കുറച്ചുകൂടെ ഒന്ന് ട്രിം ഡൗൺ ചെയ്ത് കുറച്ചുകൂടെ ഗ്രിപ്പിംഗ് ആക്കാമായിരുന്നു എന്ന് തോന്നി. ഈ ഒരു സിനിമയും കൂടെ കണ്ടപ്പോഴത്തേക്ക് തമിഴ് സിനിമ ബാക്ക് ഓൺ ട്രാക്ക് എന്ന് പറയുന്ന ഒരു ഫീല് നമുക്ക് ഉണ്ട്. വലിയ വലിയ സ്റ്റാർസ് അല്ലെങ്കിലും വളരെ മികച്ച പെർഫോമേഴ്സ് വരുന്ന നല്ല
ഒരു കോണ്ടന്റ് ഓറിയന്റഡ് കഥകൾ തമിഴിൽ വീണ്ടും വരുന്നതായിട്ടുള്ള ഒരു ഫീല് തരുന്നുണ്ട് മാരീഷൻ. അത് കുറച്ചുകൂടി ഉറപ്പിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ അടുത്ത കാലത്ത് വന്നിരിക്കുന്ന നല്ല തമിഴ് സിനിമകളുണ്ട്, മദ്രാസ് മാറ്റിനി അല്ലെങ്കിൽ 3 BHK അല്ലെങ്കിൽ ടൂറിസ്റ്റ് ഫാമിലി, അങ്ങനെയുള്ള പടങ്ങളൊക്കെ നല്ല നല്ല സിനിമകൾ തമിഴിൽ ഇപ്പം വീണ്ടും വരുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ പരിഗണിക്കാൻ പറ്റുന്ന നല്ലൊരു സിനിമ തന്നെയാണ് മാരീസൺ. ഈ സിനിമയുടെ അവസാനത്തേക്ക് എത്തുമ്പോഴത്തേക്ക് നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നത്, ഒരുപക്ഷെ ഈ കഥ നടക്കുന്നതിനും അപ്പുറം ഫഹദ് ഫാസിൽ പ്ലസ് വടിവേലു ആ ഒരു കോമ്പിനേഷന്റെ സീൻസ്, ഇവർ തമ്മിലുള്ള ഇന്ററാക്ഷൻസ്, ഇവർ തമ്മിലുള്ള ഡയലോഗ്സ്, അതാണ് നമ്മൾ കുറച്ചുകൂടെ എൻജോയ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയത്. കാരണം ഈ ഒരു 2 പേര് മാമന്നൻ കഴിഞ്ഞ് ഈ ഒരു സിനിമയിലേക്ക് വരുമ്പോൾ ഈ ഒരു ജേണിയിൽ സത്യത്തിൽ ഇവർക്കിടയിലുള്ള ഒരു റാപ്പോ നമുക്ക് മുന്നിൽ വെച്ച് തന്നെ ബിൽഡായി അവരൊരു നല്ല ഫ്രണ്ട്സ് ആയിട്ട് നമുക്ക് മുമ്പിൽ വെച്ച് തന്നെ എവല്യൂഷൻ പ്രാപിക്കുന്നു എന്നുള്ള രീതിയിൽ നമുക്കത് തോന്നും. അതുകൊണ്ട് തന്നെ നല്ല ഒരു സിനിമ തന്നെയാണ് മാരീസൺ. തിയേറ്ററിൽ പോയി കാണാൻ പറ്റുന്ന നല്ല ഗംഭീരമായിട്ടുള്ള ഒരു തമിഴ് സിനിമ. ഗോ വാച്ച് ഇറ്റ്.